അളിയാ അളിയാ ഇവിടുന്ന് ഇവിടെ ഇവിടെ ആ അളിയോ ഓ അളിയാ ഓ എന്തളിയാ ഒന്നുമില്ലടാ വണ്ടിക്ക് വണ്ടിക്ക് അളിയോ നാഞ്ഞ് മണത്തെ മണക്കാനാ എന്തോ മണക്കണ്ടേ മണക്ക് എന്താ മൂക്കളഞ്ഞിരിക്കുന്ന അളിയാ ചെറുതായിട്ട് എന്താടാ കാര്യം പറഞ്ഞീ അല്ലേ ഓയിൽ ലീക്ക് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഓയിൽ ലീക്കാ വണ്ടിക്കോ അളിയാ നീ വണ്ടി നശിപ്പിക്കൂ ഏച്ചി പോണേ അവിടുന്ന് ഭൂതം നിധിയാക്കും പോലെയാണ് വണ്ടി കൊണ്ടു കിടക്കുന്നത് അല്ല പിന്നെ ഇതിപ്പോ എന്താ സ്റ്റാർട്ട് ആവണില്ല സ്റ്റാർട്ടൊക്കെ അവിടെ ഉണ്ട് ചെറിയൊരു മണം അടിച്ച് ഞാൻ ഇപ്പൊ നോക്കി അത്രേ ഉള്ളൂ വേറെ വിഷയമൊന്നുമില്ല അളെ എവിടെ പോയിട്ട് പറഞ്ഞു അളിയാ ഒന്നേ ഇവരല്ലേ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എപ്പ പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ നീ മറന്നുപോയതാ എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല അവനെ എനിക്കൊരു സ്പെഷ്യൽ സാധനം തന്നു എന്തൊരു സ്പെഷ്യൽ സാധനം തിന്നാനുള്ള എല്ലാം തന്നെ തിന്നാനുള്ളതല്ല ഇത് കുടിക്കാനുള്ള സാധനം കുടിക്കാനുള്ള സാധനം സത്യം പറഞ്ഞാൽ അടിക്കാനുള്ള സാധനം അടിക്കാനുള്ള സാധനം കാണിക്കട്ടെ കേട്ട് നോക്കട്ടെ എന്തുവാ അത് ഇപ്പൊ ആരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ അടിക്കത്തില്ല പിന്നെ പൂജിക്കാൻ വെക്കാനായിരിക്കും ഒച്ച വെച്ച ആളെ കൂട്ടല്ലേ നീ ഒന്ന് സമാനപ്പെട്ടെ ഇതെന്താണ് ഞാൻ മദ്യപിക്കത്തില്ലല്ലോ അളിയാ അയ്യോ ഇല്ല 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 അപ്പൊ ഞാൻ ഓർത്തേ എനിക്കൊരു ഐഡിയ വന്നു ഈ കുപ്പി നമുക്ക് മറച്ചു വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടുമല്ലോ എടാ ഇത് ഫോറിൻ സാധനമാടാ വിറ്റ് കഴിഞ്ഞാൽ 4000 രൂപയെങ്കിലും മിനിമം കിട്ടും 4000 രൂപ ആണോ അല്ല അളിയാ ഇത് അങ്ങനെ മറച്ചു വെക്കാൻ പറ്റൂലല്ലോ ലീഗലല്ലല്ലോ അത് പക്ഷെ ഇത് ഫോറിൻ സാധനമാണല്ലോ ഫോറിൻ സാധനം നമ്മൾ ഇഷ്ടത്തോടു കൂടി ഒരാൾക്ക് കൊടുക്കുന്നു അപ്പൊ അവര് സ്നേഹത്തോടു കൂടി നമുക്കൊരു തുക തരുന്നു അപ്പൊ ആ സ്നേഹത്തോടു കൂടി നമ്മൾ ആ തുക വാങ്ങുന്നു ഇത്രയും ചിന്തിച്ചാൽ മതി സിമ്പിൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലളിയാ സംഗതിയൊക്കെ ഓക്കെയാണ് ഞാനിത് വിറ്റ് തരാം എനിക്ക് എത്ര തരും നീ വല്ല 100-500 രൂപ ഇടറേ എത്ര 100-500 രൂപ തരാന്ന് കുഴപ്പമില്ല 4000 രൂപയുടെ സാധനം ഇട്ടിട്ട് 4000 രൂപ കിട്ടുമ്പോ 500 രൂപ എനിക്ക് എടുത്തോ അളയ ഒരു കാര്യം ചെയ്യണം ദേ വാഴക്കാല ജംഗ്ഷനിൽ കൊണ്ട് ഒറ്റക്കിട്ടെങ്കിൽ വിൽക്കത്തേ ഉള്ളൂ ചേച്ചി നിനക്ക് എത്ര വേണം 50-50 അയ്യോ ഷുവർ I am the sure എന്നാ 2000 രൂപ തരാം തരാടാ ഉറപ്പ് അപ്പൊ ഫ്രണ്ട്സിന് 2 വിളിക്കണം സാധനം കേട്ടോ ഇത് കൊണ്ടുവന്ന സാധനോ എന്ത് അല്ല മിഠായി മിഠായിയെ ഞാൻ മേടിക്കാൻ മറന്നു ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് പോയിട്ട് മിഠായി മേടിച്ചോണ്ട് വരാം കേട്ടോ അല്ല ഈ കവറിൽ എന്തുവാ നമ്മുടെ ഈ കവറില് എന്ത് കളിയാ ഇത് എവിടെ നിന്ന് വന്നല്ലേ അയ്യോ ഒന്നുമില്ല എങ്ങോട്ടാ ജംഗ്ഷനിലോട്ടാ വണ്ടിക്ക് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടെന്ന് നീ പറഞ്ഞില്ലടാ വണ്ടിക്ക് മിസ്സിംഗ് വണ്ടി സ്റ്റാർട്ട് ആവൂല നീ എന്തോ ഓണാക്കി നോക്കിയേ അത് ഞാൻ എണീറ്റ് ഞാൻ ഇവിടെ താഴെ എഞ്ചിൻ നോക്കിക്കൊണ്ടിരിക്കല്ലേ അളി ഓൺ ചെയ്ത് നോക്ക് അവനിപ്പം എണീക്കാൻ പറ്റത്തില്ല ഞാൻ നോക്കാം ആരെങ്കിലും നോക്കടേ വാ വെറുതെ ഉള്ളതല്ലേ വേറെ നോക്ക് അണ്ടാ സൗണ്ട് പോലും കേൾക്കണില്ല ബാറ്ററി പോയോ ബാറ്ററി ഡൗണാ എന്തോ ആണല്ലേ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ശരിയല്ല ശിവ നീ കയറിപ്പോ അയ്യോ അത് പറ്റൂല എന്താ പ്രശ്നം നോക്ക് അത് പ്രശ്നം നമ്മൾ എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കും ഇനി ഒരു 1 മണിക്കൂർ ചിലപ്പോ 5 മണിക്കൂർ നോക്കേണ്ടി വരും അതുകൊണ്ട് ശിവ നീ കയറിപ്പോ ഒരു കാര്യം ചെയ്യ് മെക്കാനിക്കിനെ ഞങ്ങൾ വിളിച്ചോളാം നീ ഇപ്പൊ കയറി പോകച്ചേ മോളെ ചെല്ലു മോളെ ഒരു കാര്യം പറഞ്ഞോണ്ട് മോളെ എനിക്ക് മോൾ ഉണ്ടാക്കി തരുന്ന ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ കൊതിയോ ഒരു നാരങ്ങ ഉണ്ടാക്കി ചക്കര വാ എന്റെ കൊച്ച അനിയത്തി കുട്ടിയല്ലേക്ക് വന്നേ വാ കൊണ്ട് പോളയാ
എന്താ എന്താ കുഴപ്പം നോക്കാൻ? കുഴപ്പം നോക്കാൻ വണ്ടിയുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടോ ചേച്ചി? കൊണ്ട് വെക്കോ ഒരു മനുഷ്യ ഇത് എവിടെ വെക്കുന്നത്? എന്താ? വേറെ വിശേഷമൊന്നുമില്ലല്ലോ. വേറെ വിശേഷമൊന്നുമില്ല. എന്താ? അപ്പൊ വന്നു കയറി ഉടനെ ഭാര്യനെ വിളിക്കണമെന്നൊന്നുമില്ലല്ലോ. എന്നാ നാരങ്ങ കുടി. നാരങ്ങൾ ഇത്ര ആർത്തിയോടെ കുടിക്കണേ? നാരങ്ങയുള്ള ആർത്തിയോട് കുടിക്കാൻ പാടില്ലെന്ന് വല്ലതും ഉണ്ടോ? ശിവാനി ഇവിടെ അവളപ്പുറത്തൊക്കെ ഉണ്ട്. ലച്ചൂസേ, ഗൗരി അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നോ? ഗൗരി അമ്മായി എന്തുവെന്ന് പറയാൻ? ഒന്നുമില്ല. അയ്യോ, മോൻ വൈകിട്ടേ വരത്തുള്ളൂ വിചാരിച്ച് പിള്ളേര് പറഞ്ഞപ്പോഴേ അറിഞ്ഞത് മോൻ വന്നെന്ന്. ലച്ചു, പ്രത്യേകിച്ച് കറിയൊന്നും ഇരിപ്പില്ല. അതിന് പ്രത്യേകിച്ച് കറിയൊക്കെ ഉണ്ടാക്കണത്തിനാ? ഉള്ള കറിയൊക്കെ വെച്ച് ചോറ് കൊടുത്താൽ മതി. ഇവിടെ ആർക്കും പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ ആരെങ്കിലും പ്രത്യേകിച്ച് പരിഗണന വേണോന്ന് ആവശ്യപ്പെട്ടോ? നീ ആവശ്യപ്പെട്ട് നോക്ക്, ഇപ്പൊ കിട്ടും. എന്റെ കൂട്ടുകാരനെന്ന് പറയുന്നു. സുഖമായിട്ടിരിക്കുന്നു. അവനൊരു ദിവസം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, ഫാമിലിയോടെ വരുവാനാ? ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അവനോട് തിരുമണം മുടിഞ്ഞതാ? തിരുമണം എന്ന് പറഞ്ഞാ കല്യാണം? ആ, കല്യാണം കഴിഞ്ഞിട്ട് ആള് സിംഗിളാ. ഒരു കൊച്ചിന്റെ ജീവിതം അങ്ങനെ രക്ഷപ്പെട്ടല്ലോ. എന്താ? അല്ല, നിന്റെ അല്ലേ കൂട്ടുകാരൻ, കണക്കായിരിക്കും പറയായിരുന്നു. എന്തോന്നാ ലച്ചു ഇത്? എപ്പോഴും നിനക്ക് ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കണോ? அது என்னன்னா அவளை கூட்டாம போனால சித்து அதோட வருத்தம் காமிக்கிறாமா. അതിന് എനിക്കെന്തോന്ന് വരുത്തും? അല്ലെങ്കിൽ ഇവന്റെ കൂട്ടുകാരെ കണ്ട് എനിക്കെന്ത് കിട്ടാനാ? சித்து, நீ மத்தியானம் சாப்பிடுறதுக்கு இருப்பியா? ஐயோ அம்மா, மீனெல்லாம் இல்ல, என்ன செய்வோம்? ഒരു കാര്യം ചെയ്യും, ആന്റി പാറമട ചാടി 5-6 മീനെ പിടിച്ച് വറുത്ത് കൊടുക്ക്. അയ്യോ, സിദ്ധുവിന് മീനില്ലാത്തോണ്ട് എന്തൊരു സങ്കടം. என்ன லட்சு கிண்டல் பண்ற? பாவல்ல, பசிச்ச வயிறால வந்திருக்கான். இப்படியெல்லாம் சொல்லாமா? കണ്ടോ, ആന്റിക്ക് മാത്രമേ എൻ്റെ അടുത്ത് സ്നേഹമുള്ളൂ. ലവ് യു ആന്റി. എന്തായാലും നമുക്ക് ഉള്ളത് വെച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാം. ശരി, വാ. അയ്യോ, കൊഞ്ചിച്ച് കൂട്ടിത്തരാൻ എത്ര പേരാണ്. ലച്ചൂസേ, അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ എനിക്ക് ഭയങ്കര അസൂയാണ്. ചെല്ല്. നിന്റെ കൂട്ടുകാരൻ വന്നിട്ടൊന്നും തന്നില്ലേ? അല്ല, കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നൂന്നല്ല പറഞ്ഞേ. അപ്പൊ ഗിഫ്റ്റ് ഒന്നും തന്നില്ലേന്ന്? ഇല്ല, ഒന്നും തന്നില്ല. ഇല്ല? നിന്റെ ചിരി ഉണ്ടല്ലോ, അത് ഞാൻ നിർത്തിത്തരാം. കോള് അളിയൻ എടുക്ക. ചുമ്മാ കറങ്ങി നടക്കാതെ ഞാനേ ഒരു 2 എണ്ണം പറയാല്ലേ. കണ്ടോ, ഡാളി എവിടെ നീ? ചുമ്മാ വീട്ടിൽ കയറാതെ കറങ്ങി നടക്കുമല്ലേ? എടാ, ഉത്തരവാദിത്തം വേണോടാ. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, മര്യാദയ്ക്ക് വീട്ടിൽ വരാൻ നോക്കി. എന്താ പറ്റി?